സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷാജഹാൻ സാർ കുറച്ചു ദിവസങ്ങളായി പതിവിലും കൂടുതൽ തിരക്കിലാണ്. വരാനിരിക്കുന്ന പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങളിലാണ് അദ്ദേഹവും സഹപ്രവർത്തക അർച്ചന മേഡവും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ കുട്ടികൾക്കായി വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇരുവർക്കും ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. ആദ്യപടിയെന്ന നിലയിൽ ഓരോ കുട്ടിയുടെയും ശേഷികൾ കൃത്യമായി വിലയിരുത്തി അവരെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റിൽ വരുന്ന 29 ആൾക്കാരാണ്. അതേപോലെ തന്നെ പ്രാക്ടിക്കലിൽ 14, വൈവയിൽ 13 കുട്ടികൾ. വൈവ സ്കൂളിലുള്ള കുട്ടികൾ, എല്ലാ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അത്യാവശ്യം കോംപ്രിഹെൻഷനുള്ളവർ. സത്യത്തിൽ ഇവിടെ പരീക്ഷ എഴുതുന്ന കുട്ടികളെക്കാൾ വലിയ തയ്യാറെടുപ്പിലും കഠിനാധ്വാനത്തിലുമാണ് പരീക്ഷ നടത്തുന്ന ഈ തെറാപ്പിസ്റ്റുമാർ. ഇടവേളകളിലെ ചായക്കൊപ്പവും ഇവരുടെ ചർച്ചകൾ പരീക്ഷയെക്കുറിച്ച് തന്നെയാണ്. ഐഷാറൂബക്ക് ഫൈൻ മോട്ടോർ ഉണ്ടോ? എന്നാ പിന്നെ സ്റ്റിക്കർ പിക്ക് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം. ഓരോ കുട്ടിയുടെയും കഴിവുകളെയും പോരായ്മകളെയും മുൻനിർത്തിയാണ് ഇവിടെ ചോദ്യങ്ങൾ രൂപപ്പെടുന്നത്. സെന്ററിലെ മേലധികാരികളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമായി. സർ, ഇതിൽ ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്ന മക്കളിൽ എക്സാമിലുള്ള മക്കളെ സോർട്ട് ചെയ്തതാണിത്. തീരെ ഒരു കോംപ്രഹെൻഷൻ ഇല്ലാത്ത മക്കളാണ് പ്രാക്ടിക്കലിൽ വരുന്നത്. കോംപ്രഹെൻഷനിലേക്ക് എത്തിയിട്ടില്ല മക്കൾ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റം വരുന്ന മക്കളെ നമ്മൾ റിട്ടേൺ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുള്ളത്. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന മക്കൾ. അത് രണ്ട് ബാച്ചായിട്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ പ്രീ പ്രൈമറി 1, പ്രീ പ്രൈമറി 2 അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ലെവൽ നോക്കിയിട്ട്. പിന്നെ ഒന്നും കൂടെ മെച്ചപ്പെട്ട സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള മക്കളാണ് വൈവയിലുള്ളത്. സാറിനോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, വൈവ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. എങ്ങനെ വൈവ കാറ്റഗറൈസ് ചെയ്ത്? അത് സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ ചില മക്കൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനോട് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയൂ. അപ്പോൾ ടീച്ചേഴ്സ് മാറി മാറി വന്നാലും കുട്ടികൾക്ക് ആൻസർ പറയാനുള്ളൊരു. അപ്പോൾ ഇവിടെ പരിചയമില്ലാത്ത സ്റ്റാഫ് വന്നിട്ട് ചെയ്യും, അവർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എക്സാമും പോകണം. പ്രൈമറിയിൽ വരുന്ന നിയേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെപ്പറേറ്റ് ആണ് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ ഇതിപ്പോൾ മാച്ചിങ് ആണ്, ബേർഡ്സ് മാച്ചിങ്, മലയാളം അങ്ങോട്ടും മാച്ചിങ്. ഓക്കെ. ഇതവള് പെൻസിൽ വെച്ച് വരയ്ക്കൂല, പക്ഷെ നമ്മളിവിടെ ഇതേപോലത്തെ അടവിടേടെന്ന് വെച്ചാൽ അവൾ തൊട്ട് കാണിച്ചു തരും. പിന്നെ അതേപോലെ ആക്ക് A to Z വരെ എല്ലാ ലെറ്റേഴ്സും അറിയാം. അപ്പം അതിൽ നമ്മൾ ഏതെങ്കിലും 5 ലെറ്റേഴ്സ് നമ്മൾ പറയുമ്പോൾ ആൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ, ഇത് ജസ്റ്റ് പാസ് ചെയ്യാം. സ്റ്റിക്കർ കൊടുക്കും, അത് അവളിതിൽ ഈ നെയിലിൽ ഒട്ടിച്ചാൽ മതി. അത് ഇവർ ഓരോ കുഞ്ഞിനെയും എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. കുറച്ച് ലെവൽ കൂടി കുട്ടികളാണ് തൈനൂൻ, ഇഷാനി. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മലയാളം ലെറ്റർ ഐഡൻറ്റിഫിക്കേഷൻ, ഇംഗ്ലീഷ്. ആ കുട്ടിക്ക് അറിയുന്ന ലെറ്റേഴ്സേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് കോപ്പി ചെയ്യാം. അത്യാവശ്യം ഏകദേശം ഒരു 10-15 ലെറ്റേഴ്സ് നമ്മൾ കോപ്പി ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ നോക്കിയിട്ട് ആൾ കോപ്പി ചെയ്യണം. ഇതിന്ന് ഏതെങ്കിലും ഒരു 5 ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. പിന്നെ അടുത്ത വരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതുക എന്നുള്ളതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. പിന്നെ ഒരു കളറിങ് ലാസ്റ്റായിട്ട്. നിഷിൻ സാറിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചതോടെ കാര്യങ്ങൾ അടുത്ത പടിയിലേക്ക് നീങ്ങി. പ്രാക്ടിക്കൽ പരീക്ഷകൾക്കായി പ്രോപ്പുകളും മറ്റും ഒരുങ്ങിത്തുടങ്ങി. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും തെറാപ്പിസ്റ്റുകളെ കണ്ട് പരീക്ഷയിൽ അവരുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു നൽകി. പരിചയമില്ലാത്ത തെറാപ്പിസ്റ്റുകൾ അവരുമായിട്ട് കുട്ടികൾ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ആൻസർ പറയുന്നുണ്ടോ എന്നുള്ളതിനെ കൊണ്ടാണ് പിന്നെ അനാമികനെയും അഹ്ലേനെയും വെച്ചത്. ഇത് ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുട്ടികളോടുള്ള ആത്മാർത്ഥതയും ഈ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സഹകരണ സന്നദ്ധതയും ഓരോരുത്തരുടെയും മുഖത്ത് വ്യക്തമാണ്. അവസാനവട്ട വിലയിരുത്തലുകൾക്കായി ടീം വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. അതീവ സൂക്ഷ്മതയോടെ അവർ എല്ലാ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്തു. ഒന്നുകൂടെ വിശദമായി ചർച്ച ചെയ്യുന്നു. അവരുടെ അറിവും അനുഭവ സമ്പത്തും മാറ്റുരച്ച നിമിഷങ്ങൾ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും
പൂർണ്ണമായ സജ്ജീകരണങ്ങളോടെയും ടീം ഇപ്പോൾ തയ്യാറാണ്. പരീക്ഷാ ദിനത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. പരീക്ഷാ ദിനം. നമ്മൾ എന്നും കാണുന്ന ആ തെറാപ്പി ഹാളുകൾ ഇന്ന് ഒരു പരീക്ഷാ ഹാളായി മാറിയിരിക്കുകയാണ്. തികച്ചും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷയുടെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ വളരെ കൃത്യതയോടെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ സമ്മർദ്ദങ്ങളില്ലായിരുന്നു. ചോദ്യങ്ങളെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികൾ നേരിടുന്നത്. വാക്കുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയുമെല്ലാം അവർ തങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ഓരോ ഉത്തരവും പൂർത്തിയാക്കുന്ന ഓരോ ടാസ്കും ഹോപ്പ് അവരിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. അതുകൊണ്ടുതന്നെ ഈ പരീക്ഷ ആ കുരുന്നുകളുടേത് മാത്രമല്ല, അവരെ ഇത്രത്തോളം പ്രാപ്തരാക്കിയ തെറാപ്പിസ്റ്റുകളുടെ കൂടെയാണ്. ഇനി ഫലപ്രഖ്യാപനം. അന്നത്തെ പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ള ജിനോസ് ഒരു വലിയ വ്യവസായിയാണ്. ഞാൻ നന്ദി പറയുന്നു. ഞാനൊന്ന് പറഞ്ഞ എന്റെ പ്രവാസികളായിട്ടുള്ള എല്ലാവരും ഇന്ന് ഞാൻ ടോപ്പിലാണുള്ളത്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരു തവണ ഈ മാതാപമായ കണ്ട് അവരെ അനുഗ്രഹിച്ചു അവരുടെ സ്നേഹം സ്പർശിക്കാൻ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിച്ചു. കാരണം ഹോപ്പ് എന്ന് പറയുന്നത് വെറും ഈ 4 പേരുടേതല്ല, ഇവിടെയുള്ള ആളുകളെല്ലാം തലശ്ശേരിയുടെ മുഴുവൻ സമൂഹത്തിൻ്റെതാണ്. അതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഈ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ നന്മകൾ അതുപോലെ തന്നെ സമൂഹത്തിന്റെ കരുതൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ പരീക്ഷകളെന്നത് മാർക്ക് ലിസ്റ്റോ റാങ്കുകളോ അല്ല, ഓരോ കുഞ്ഞും നേടിയെടുക്കുന്ന കൊച്ചു കൊച്ചു വിജയങ്ങളുടെ ആഘോഷമാണ്. ഈ സ്നേഹവും കരുതലുമാണ് ഹോപ്പിന്റെ ജീവൻ. അതുകൊണ്ടുതന്നെ പരീക്ഷകൾ കുട്ടികളിൽ ഭയമുണ്ടാക്കുന്നില്ല. അവരുടെ മുഖങ്ങളിൽ നിറഞ്ഞ പുഞ്ചിരികൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് ഈ വലിയ ദൗത്യം ഇവിടെ പൂർത്തിയാവുമ്പോൾ ജയിച്ചു മുന്നേറുന്നത് ഹോപ്പിനെ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്.